ഈ വർഷത്തെ ആദ്യത്തെ ഉൽക്കാവർഷത്തിന് ലോകം സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. എല്ലാ വർഷവും ജനുവരി ആദ്യത്തിലാണ് ക്വാഡ്രന്റിൻ ഉൽക്കാവർഷം സംഭവിക്കുന്നത്. ഇത് ഏറ്റവും തീവ്രമായ വാർഷിക ഉൽക്കാ പ്രദർശനങ്ങളിൽ ഒന്നാണ്. ഈ വർഷം ഇത് കാണാനുള്ള സാഹചര്യങ്ങൾ വടക്കേ അമേരിക്കയ്ക്കാണ് അനുകൂലമായിട്ടുള്ളത്, പ്രത്യേകിച്ച് മിസിസിപ്പിയിലുള്ളവർക്ക്. ജനുവരി ആദ്യം സംഭവിക്കുന്ന വാർഷിക ആകാശ വിസ്മയം ക്വാഡ്രന്റിൻ ഉൽക്കാവർഷവും അപൂർവവും എന്നാൽ തീവ്രവുമായ ഉൽക്കാവർഷങ്ങളിൽ ഒന്നാണ്. ബ്യൂട്ടസ് നക്ഷത്ര സമൂഹത്തിന്റെ വടക്കുകിഴക്കൻ ഭാഗത്തു നിന്നാണിത് ശാഖിതമായിട്ടുള്ളത്. 1975 ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞനായ ജെ ലാലൻഡ ഈ പേര് നൽകിയപ്പോൾ കാലഹരണപ്പെട്ട ക്വാഡ്രന്റ് മുരളീസ് എന്ന നക്ഷത്ര സമൂഹത്തിൽ നിന്നാണ് ക്വാഡ്രന്റിൻ എന്ന പേര് വന്നത്. 1830കളിൽ ബെൽജിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ അഡോൾഫ് ക്വെറ്റ്ലൈറ്റാണ് ഉൽക്കാവർഷത്തെ ആദ്യമായി നിരീക്ഷിക്കുന്നത്. 1490-91 കാലഘട്ടത്തിൽ തകർന്ന ഒരു വംശനാശം സംഭവിച്ച വാൽ നക്ഷത്രത്തിന്റെ ഒരു ഭാഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ചിഹ്നഗ്രഹം 2003 EH1 നിന്നാണ് ക്വാഡ്രന്റുകൾ ഉയർന്നു വന്നത്. അതിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു പ്രവർത്തനത്തിൽ നിരീക്ഷകർക്ക് മണിക്കൂറിൽ 60 മുതൽ 120 വരെ ഉൽക്കകൾ കാണാൻ കഴിയും. എന്നിരുന്നാലും ദൃശ്യപരത പ്രധാനമായും സ്ഥലത്തെയും സമയത്തെയും ആശ്രയിച്ചാകും. ഈ വർഷം പ്രഭാതത്തിന് മുൻപുള്ള സമയങ്ങളിൽ വടക്കൻ അമേരിക്കയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഈ കാഴ്ച സാഹചര്യം അനുകൂലമാണ്. ഈ ഉൽക്കകൾ ഭൂമിയുടെ മുന്നോട്ടുള്ള വശം ഉയർന്ന വേഗതയിൽ തട്ടുന്നതിനാൽ തിളങ്ങാനും സാധ്യതയുണ്ട്. ചന്ദ്രപ്രകാശത്തിന്റെ അഭാവത്തിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഉൽക്ക പ്രദർശനങ്ങളിൽ ഒന്നായിരിക്കും. US, കാനഡ, വടക്കൻ യൂറോപ്പിലെ ചില പ്രദേശങ്ങൾ കൂടാതെ റഷ്യ, ചൈന, ജപ്പാൻ, കൊറിയ എന്നിവിടങ്ങളിലും മഴയ്ക്കും സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ദൃശ്യപരത വ്യത്യസ്തപ്പെട്ടേക്കാം. ഇത് കാണാനുള്ളൊരു നല്ല സമയം ജനുവരി 4 നേരം പുലരുന്നതിന് മുൻപാണ്. കഴിഞ്ഞ വർഷം 2023 ഡിസംബർ 28 ജനുവരി 12, 2024 ഇടയിൽ ക്വാറന്റീനുകൾ സജീവമായിരുന്നു. ജനുവരി 3-4 തീയതികളിലാണ് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന സമയം. ഈ സമയം നിരീക്ഷകർക്ക് മണിക്കൂറിൽ 120 ഉൽക്കകൾ വരെ കാണാൻ കഴിഞ്ഞേക്കാം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.